ആരുടെ ബന്ധുവാണ്? ഇല്ല, ഞങ്ങൾ നാട്ടുകാരാ. ഇപ്പോൾ ആരൊക്കെ ആൾക്കാർ എന്തോ ആരോ കൂടെയാണ് വന്നത്? ഞങ്ങളോ? ഞങ്ങളിത് അറിഞ്ഞിട്ട് വന്നതാണ്. എവിടെ? മലപ്പുറത്തുനിന്ന് വരും. മലപ്പുറത്തുനിന്ന് ഈ നാട്ടിൽ പാങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവരൊക്കെ അറിയാവോ മരിച്ചു? അറിയാം, എല്ലാവരെയും അറിയും. അടുത്തുള്ള ആൾക്കാരാണ്. അവിടെ അടുത്തുള്ള സ്കൂളിൽ പിന്നെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സും ഒക്കെ തന്നെയാണ്, സ്റ്റാഫാണ്. എല്ലാവരും ഒരേ സ്കൂളിലെ അധ്യാപകർ? ഇവരൊക്കെ ഒരേ സ്കൂളിലുള്ള അധ്യാപകർ, ഒരു LP സ്കൂളിലെ അധ്യാപകർ. ഈ വ്യക്തിപരമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു? എന്തോ ഇതിലെ മരിച്ചവരുമായിട്ട് ആരെങ്കിലും? പേഴ്സണലായിട്ട് എല്ലാവരും അറിയുന്നതാണ്, ഒക്കെ അയൽവാസികളാണ്, ടീച്ചേഴ്സും എല്ലാവരും. അതിനൊന്നാകെ ഒരു ദുഃഖത്തിലാഴ്ത്തില്ല. ഡെഫിനറ്റ്ലി ഞങ്ങളിപ്പോൾ എത്തിയുള്ളൂ ഇവിടെ. ഇത് അറിഞ്ഞ ഉടനെ വന്നതാണ്. നാടിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതാണ്, അതായത് അപകടം നടന്ന ഈ അപകടത്തിൽ മരിച്ച പാങ്ങ് പ്രദേശത്തെ നിന്നുള്ള നാട്ടുകാരടക്കമുള്ളവർ വിവരമറിഞ്ഞ് പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അവിടുത്തെ പാങ്ങ് LP സ്കൂളിലെ അധ്യാപകരും അതേപോലെ തന്നെ അവിടുത്തെ മറ്റ് ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരാണ് വിനോദസഞ്ചാരത്തിൽ ഉണ്ടായിരുന്നത്. അതിലാണ് ഈ അപകടം, അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. അങ്ങനെ 9 പേർ മരണമടയുന്നു. ഇത്തരത്തിൽ നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനത്തിനടക്കം നിരവധി പേർ ഈ ജില്ലാ ആശുപത്രിയിൽ, പൊള്ളാച്ചിയിലെ ജില്ലാ ആശുപത്രിയിൽ അടക്കം എത്തിയിട്ടുണ്ട്. ബന്ധുക്കളുണ്ട്. നിലവിൽ മലപ്പുറത്ത് നിന്നടക്കമുള്ള ആളുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടൻ മലപ്പുറത്താണ്? അതെ അതെ. ബന്ധുവാണ്? അല്ല, ബന്ധുവല്ല. വിവരമറിഞ്ഞ് എങ്ങനെ? വിവരമറിഞ്ഞു. അതെ അതെ അതെ. എല്ലാവരും ഒരു ദുഃഖത്തിലാണ്. അതെ അതെ. 19 ആൾ മരണപ്പെട്ടിട്ടുണ്ട്. സ്ഥലം കോട്ടക്കൽ, ചൂനൂര്, ചെങ്ങോട്ടൂർ. ബസ് ട്രാവലർ നമ്മുടെ നാട്ടിലുള്ള വണ്ടിയാണ്. അറിയോ ഡ്രൈവറെ? അറിയോ? ഡ്രൈവറെ അറിയാം. ഉണ്ടായിരുന്നാണ്, നമ്മളെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന, വർക്ക് ചെയ്തിരുന്ന ആളാണ്. ചേട്ടനും? അല്ല, ഒരു പേര് ഇപ്പോൾ സ്വന്തം 3 പേര് തുടങ്ങിയ വണ്ടിയാണ്. ഇപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവർ വണ്ടി എടുത്ത് പുതിയതായിട്ട് ഓട്ടം തുടങ്ങിയതാണ്. കുറേ കാലമായോ പുള്ളി വാഹനം ഓടിക്കാൻ? ലൈസൻസും കാര്യങ്ങളും എല്ലാം കറക്റ്റുള്ള ആളാണ്. വാഹനം ആരുടെ പേരില? ആഷിഖിൻ്റെ പേരിലാണ് വണ്ടി. വേറെ കംപ്ലൈൻറ്റ് അങ്ങനെ ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടി ഓട്ടിക്കുന്നത് ആരാന്നുള്ള സമയത്ത് ആരാന്നുള്ള അറിയില്ല. 2 ഡ്രൈവർമാരുണ്ടായിരുന്നു അതിൽ. ഒന്ന് സ്കൂളിലെ ബസ് ഓടിക്കുന്ന ഡ്രൈവറും പിന്നെ വണ്ടിയിലുള്ള ഡ്രൈവറും ഉണ്ടായിരുന്നു. ആ സമയത്ത് ആരാ വണ്ടി ഓട്ടിയെന്നുള്ള അറിയില്ല. ട്രാവലറാണ്, അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. ഡ്രൈവർ അടക്കമുള്ളവരെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു? അതെ അതെ. 3 ആളവിടെ കോയമ്പത്തൂർ ഹോസ്പിറ്റലിലുണ്ട്. നൗഷാദ് പറഞ്ഞ ഒരാളും ഫായിസ് പറഞ്ഞ ആളും ഒരു കുട്ടിയാണ്. 9 ആൾ മരണപ്പെട്ടു എന്നുള്ള ഒന്നാണ്. പിന്നെ ഇവിടെ ഒരു കുട്ടിയും ചികിത്സയിലുണ്ട്. ഇത്രയാണ് കിട്ടിയ വിവരങ്ങൾ. ഈ വിവരം അറിഞ്ഞപ്പോഴാണ് കോട്ടക്കൽ? അതെ അതെ അതെ. ഞങ്ങൾ 4:30-5 മണി സമയത്തോടു കൂടി ഞങ്ങൾ അറിയണം. ആ സ്പോട്ടിൽ നേരെ അവിടെ നിന്ന് തിരിച്ചതാണ്. ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ഉടമയുടെ സുഹൃത്തുക്കൾ അടക്കമുള്ളവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ സന്നദ്ധ വളണ്ടിയർമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ പാലക്കാട് ജില്ലയിലുള്ള ഈ IRWയുടെ പാലക്കാട് ജില്ല ഗ്രൂപ്പിലുള്ളത്. വിവരം അറിഞ്ഞപ്പോൾ പുറപ്പെട്ടാണ്. വലിയൊരു ദുഃഖത്തിലാണ്. അതെ. നിങ്ങൾ ഇന്ന് ഇവിടെ വേറെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മരിച്ചവരെ കുളിപ്പിക്കാനുള്ള, മയ്യത്ത് കുളിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം അതിന് വേണ്ടി എത്തിയതാണ് ഞങ്ങൾ. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. പാലക്കാടാണ്? പാലക്കാട് ചിറ്റൂര്. വിവരം അറിഞ്ഞപ്പോൾ തന്നെ അറിഞ്ഞു? ഇത്തരത്തിൽ ഈ മരണാന്തര ചടങ്ങുകൾക്കും നേതൃത്വം കൊടുക്കാൻ വേണ്ടിയുള്ള വളണ്ടിയർമാർ അടക്കമുള്ളവർ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നാടൊന്നാകെ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായും നേരത്തെ ഈ ട്രാവലറിൻ്റെ ഡ്രൈവറുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ അവരെയൊക്കെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കാരണം കുറേ വർഷങ്ങളായി വാഹനം ഓടിക്കുന്ന ആളാണ് ഇതിൻ്റെ ഡ്രൈവർ എന്ന കാര്യമെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തി. അതുപോലെ തന്നെ മടങ്ങി വരാം ഇപ്പോൾ.